പ്രിയപ്പെട്ടവരെ, 2025 മെയ് മാസം 24-ാം തീയതി കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ട് വെച്ച് വനിതകൾക്ക് വേണ്ടിയിട്ട് ഒരു വോളിബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുകയുണ്ടായി. വിങ്സ് കേരള എന്ന ഒരു വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലായിരുന്നു ആ ടൂർണമെൻറ്റ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും റിട്ടയറായ ശ്രീമതി വിനിയാമിൻ്റെ നേതൃത്വത്തിലുള്ളതാണ്. ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നതിനൊരു കാരണമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തിൽ സ്ത്രീകൾ ഒട്ടും സുരക്ഷിതരല്ല. ഒരു ഒറ്റക്കൈനാൽ പോലും ആക്രമിക്കപ്പെടാമെന്ന അവസ്ഥയിലാണ്. ട്രെയിനിൽ നിന്ന് ഒരു ഒറ്റക്കൈയനാണ് സൗമ്യയെ തെള്ളിയിട്ട് കൊന്നത്. അതിനുശേഷം ജിഷയുടെ മരണവും അതുപോലെ തന്നെ. ഈ സാഹചര്യത്തിലൊക്കെ സ്ത്രീകൾക്ക് പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ഒരു ആക്രമിയെ നേരിടാനുള്ള മാനസികമായിട്ടുള്ളതോ ശാരീരികമായിട്ടുള്ളതോ ഉള്ള ആരോഗ്യമുണ്ടെന്നുള്ള ഒരു ആത്മവിശ്വാസമില്ല. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ സ്ത്രീകളെ കരുത്തരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സ്ത്രീകളെ വിങ്സ് കളിക്കളത്തിലെത്തിക്കുന്നത്. ടൂർണമെൻറ്റിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് കെ സരസ്വതിയമ്മ മെമ്മോറിയൽ വോളിബോൾ ടൂർണമെൻ്റ് എന്നാണ്. ആരാണ് ഈ സരസ്വതിയമ്മ? സരസ്വതിയമ്മ എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ സ്ത്രീപക്ഷ എഴുത്തുകാരിയാണ്. ഏറ്റവും യാഥാസ്ഥിതികമായിരുന്ന ഒരു കാലത്ത് പുരുഷാധിപത്യത്തോട് എഴുതി ഏറ്റുമുട്ടി തളർന്ന ഒരു സ്ത്രീ. അവരുടെ ജീവിതം വളരെ വലിയ ഒരു ദുരന്തമായിരുന്നു. അവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടന്ന് മരിച്ചിട്ട് അവരുടെ ശവം ഏറ്റുവാങ്ങാൻ പോലും ഒരാൾ എത്താനില്ലാത്ത തരത്തിൽ അവർ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടിരുന്നു. ആ സ്ത്രീയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അങ്ങനെ ദമനം ചെയ്തു പോകുന്ന സ്ത്രീകളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമെന്ന നിലയിൽ കെ സരസ്വതിയമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വോളിബോൾ ടൂർണമെൻറ്റിന് ആ പേര് കൊടുത്തിട്ടുള്ളത്. സ്ത്രീകളുടെ മുന്നേറ്റത്തിൽ അസഹിഷ്ണുതയുള്ള ആൾക്കാർ പകച്ചു നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും വളരെ കുറച്ച് പേർ സന്തോഷത്തോട് വന്ന് സഹകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് നന്ദിപൂർവ്വം സ്മരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഈ ടൂർണമെൻറ്റ് വളരെ ഭംഗിയായി നടത്തി. ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് നാഷണൽ വോളിബോൾ താരം അഞ്ജു ബാലകൃഷ്ണനായിരുന്നു. പിന്നെ ഈ ടൂർണമെൻറ്റിന് മുമ്പായിട്ടൊരു മാർച്ച് പാസ്റ്റ് നടത്തി. മാർച്ച് പാസ്റ്റിന് ശേഷം ഒരു സമ്മേളനവും നടത്തുകയുണ്ടായി. സമ്മേളനത്തിൽ പല വിശിഷ്ട വ്യക്തികളും ഈ സംരംഭത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. ശേഷം നടന്ന കളി അതീവ മനോഹരമായിരുന്നു. വളരെ വാശിയേറിയ ഒരു മത്സരമായിരുന്നു. ആഹാരങ്ങളും എല്ലാം അതിനോടൊപ്പം അറേഞ്ച് ചെയ്തിരുന്നു. വളരെ മനോഹരമായിട്ട് തന്നെ കളികളെല്ലാം നടന്ന് അതിന് ട്രോഫിയും ക്യാഷ് പ്രൈസും ഒക്കെ കൊടുത്തു. തലേ ദിവസം നടന്ന സെമിനാറിൽ നിൽക്കുന്നത്. അപ്പം നാട്ടുകാരിയാണെങ്കിൽ പിയുടെ പ്രത്യേകിച്ച് പി കൊടുക്കാൻ തുടങ്ങിയത് എന്തിനാണെന്ന് വെച്ചാൽ അത് പിള്ളേരെ പഠിപ്പിക്കാൻ കൊടുക്കാതെ പഠിപ്പിക്കാൻ വ്യവസ്ഥിതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നതും ഈ വ്യവസ്ഥിതിയിൽ സമൂഹത്തിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾക്കെതിരെയുള്ള ഒരു മനോഹരമായ ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തുകയുണ്ടായി. അങ്ങനെ കാഞ്ഞങ്ങാട് വോളിബോൾ ടൂർണമെൻറ്റ് വളരെ വിജയകരമായിട്ട് പര്യവസാനിച്ചു.